ഈ സെഷനിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് പവർ ആംപ്ലിഫയേഴ്സ് നോക്കാം. പവർ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ ആണ് പവർ ആംപ്ലിഫയർ. അപ്പോൾ അതിൽ 3 തരം പവർ ആംപ്ലിഫയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറിയാണ് ഇനി നോക്കുന്നത്. Power amplifiers are classified into Class A power amplifier, Class B power amplifier, and Class C power amplifier. That is, the portion of input cycle during which the collector current is expected to flow. Based on this, we have classified the power amplifiers. അതായത് കളക്ടർ കറണ്ട് ഫുൾ ഇൻപുട്ട് സൈക്കിളിന് നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ അവൈലബിൾ ആണോ, അതെയോ കളക്ടർ കറണ്ട് 1/2 ഓഫ് ദി ഇൻപുട്ട് സൈക്കിളിനെ ഔട്ട്പുട്ടിൽ കിട്ടുന്നുള്ളൂ, അതെയോ കളക്ടർ കറണ്ട് ലെസ് ദാൻ 1/2 സൈക്കിൾ മാത്രമേ നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നുള്ളൂ. അതിനനുസരിച്ചാണ് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി പവർ ആംപ്ലിഫയേഴ്സ്. So let us see Class A. ഇതാണ് നമ്മുടെ പവർ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട്. കളക്ടറിൽ ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമർ കപ്ലിംഗ് വഴി ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് പവർ ആംപ്ലിഫയർ. ഈ പവർ ആംപ്ലിഫയറിൻ്റെ 3 കാറ്റഗറിയാണ്: ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി. സർക്യൂട്ട് ഇത് തന്നെയാണ്, വ്യത്യാസമില്ല. പക്ഷേ ഈ സർക്യൂട്ടിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അതിനനുസരിച്ചിട്ടാണ് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി വരുന്നത്. ഇത് നമ്മുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് ഗ്രാഫ് എന്ന് വിചാരിക്കാം. IC വേഴ്സസ് VC വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ക്യൂ പോയിൻറ്റ്, ഓപ്പറേറ്റിംഗ് പോയിൻറ്റ്, ഇത് AC ലോഡ് ലൈനാണ് വരച്ചിരിക്കുന്നത്. ക്യൂ പോയിൻറ്റ് എന്ന് പറയുന്നത് AC ആൻഡ് DC ലോഡ് ലൈൻ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതൊരു AC ലോഡ് ലൈനാണ്, ഇത് ക്യൂ പോയിൻറ്റുമാണ്. അപ്പോൾ ക്ലാസ് എ ആംപ്ലിഫയറിൽ ക്യൂ പോയിൻറ്റ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഫോർ ദ കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് ഇൻപുട്ട് സിഗ്നൽ യു വിൽ ഹാവ് ആൻ ഔട്ട്പുട്ട് സിഗ്നൽ. അങ്ങനെയാണ് ക്യൂ പോയിൻറ്റിനെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ബയസിങ് കണ്ടീഷൻസ് അങ്ങനെയാണ് കൊടുക്കുന്നത്. So that for the complete cycle of input signal you will have a complete cycle of collector current, or if I say it the other way, you will have a complete cycle of collector current എന്നുള്ളതാണ് ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ പ്രസക്തി. അതായത് സിഗ്നലിൽ ഡിസ്റ്റോർഷൻ ഒന്നും വരാതെ ത്രൂ ഔട്ട് ദ സിഗ്നൽ അത് ആംപ്ലിഫൈ ചെയ്ത് കളക്ടർ ഔട്ട്പുട്ടിൽ ഫുൾ സിഗ്നൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ ഒന്ന് വായിക്കാം. ക്ലാസ് എ ആംപ്ലിഫയർ, ഇഫ് ദ കളക്ടർ കറണ്ട് ഫ്ലോസ് all the times during the full cycle of the signal input, the power amplifier is known as Class A amplifier. The output voltage can vary in response to both the positive and negative inputs. The output remains in the active region during the complete cycle of a sine wave input signal. Q point is so placed that you will have collector current for the complete cycle of the input signal. അപ്പോൾ ദിസ് സോർട്ട് ഓഫ് ആംപ്ലിഫയേഴ്സ്, ക്ലാസ് എ ആംപ്ലിഫയേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലീസ്റ്റ് ഡിസ്റ്റോർഷൻ ആണ്. അതായത് സിഗ്നൽ ഇസ് ഫെയ്ത്ത്ഫുള്ളി ആംപ്ലിഫൈഡ്. സിഗ്നൽ എവിടെയും പോസിറ്റീവ് ഹാഫ് സൈക്കിളോ നെഗറ്റീവ് ഹാഫ് സൈക്കിളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗമോ കട്ടാവുന്നില്ല. ഫുൾ സിഗ്നൽ ഔട്ട്പുട്ടിൽ അവൈലബിൾ ആണ്. സോ ദർ ഇസ് ലീസ്റ്റ് ഡിസ്റ്റോർഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. എന്നാൽ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ പവർ ഔട്ട്പുട്ട് അല്ലെങ്കിൽ കളക്ടർ എഫിഷ്യൻസി ഇവിടെ ലോ ആയിരിക്കും. അതായത് പവർ ഔട്ട്പുട്ട് ഈ കേസിൽ കാര്യമായിട്ടുണ്ടാവില്ല. പവർ ഔട്ട്പുട്ട് ലോ ആയിരിക്കും, പവർ ഗെയിൻ കുറവായിരിക്കും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, ദി ഓപ്പറേറ്റിംഗ് പോയിൻറ്റ്
Q is selected such that the collector current flows all the time throughout the full cycle of the applied signal. As the output waveform is exactly similar to the input waveform, such amplifiers have least distortion. However, they have the disadvantage of low power output and low collector efficiency. ഇനി അടുത്തത് ക്ലാസ് ബി പവർ ആംപ്ലിഫയർ നോക്കാം നമുക്ക്. ക്ലാസ് ബി പവർ ആംപ്ലിഫയറിൽ ബയസിങ് നമ്മൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യൂ പോയിന്റ് എന്ന് പറയുന്നത് ലോഡ് ലൈനിൻ്റെ എക്സ്ട്രീം പോയിന്റിലായിരിക്കും, അല്ലെങ്കിൽ VCE ആക്സസിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സിഗ്നൽ വരുമ്പോൾ ഓൺലി 1/2 സൈക്കിൾ, ഇത് സിഗ്നലിൻ്റെ VCE വേരിയേഷനും IC വേരിയേഷനുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് ഇൻപുട്ട് സിഗ്നൽ വരികയാണെങ്കിൽ അതിൻ്റെ 1/2 സൈക്കിളിന് മാത്രമായിരിക്കും VCE IC വേരിയേഷൻസ് ഉണ്ടാവുക. Other half cycle of the signal will not appear in the output. കാരണം ക്യൂ പോയിന്റ് ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ മാത്രം ബേസ് എമിറ്റർ ജംഗ്ഷന് ഫോർവേഡ് ബയസ് വരും, ഔട്ട്പുട്ടിൽ സിഗ്നൽ കിട്ടും. പക്ഷേ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ബേസ് എമിറ്റർ ജംഗ്ഷന് റിക്വയർഡ് ബയസിങ് കണ്ടീഷൻസ്, ഫോർവേഡ് ബയസിങ് കണ്ടീഷൻ ഇല്ലാതെയാകും. അതുകൊണ്ട് ഔട്ട്പുട്ടിൽ സിഗ്നൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ സെക്കൻഡ് ഹാഫ് മിസ്സിങ് ആയിരിക്കും. ഇവിടെയാണ് സെക്കൻഡ് ഹാഫ് വരേണ്ടിയിരുന്നത്, അത് മിസ്സിങ് ആയിരിക്കും. കാരണം ഇവിടെ പ്രത്യേകിച്ച് എക്സ്റ്റേണൽ ബയസിങ് കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ക്യൂ പോയിന്റ് ഇവിടെയാണ് സിറ്റുവേറ്റഡ്. If the collector current flows only during the positive half cycle of the input signal, then it is called class B power amplifier. ഇവിടെ നമ്മൾ ബയസിങ് ഒന്നും കൊടുക്കുന്നില്ല. The operating point Q shall be located at collector cutoff voltage. Operating point ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, collector cutoff voltage. It is easy to see that output from the class B amplifier is amplified half wave rectification. കാരണം ഇവിടെ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നുണ്ട്, പക്ഷേ ഹാഫ് വേവ് റെക്ടിഫിക്കേഷനും കൂടെ നടക്കുകയാണ്. കാരണം ഹാഫ് ഓഫ് ദ വേവേ ഔട്ട്പുട്ടിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മേജർ ഡിസ്റ്റോർഷൻ ഇവിടെ സംഭവിക്കുകയാണ്. സിഗ്നൽ പകുതിയായി കട്ടാവുന്നു. സോ ഡിസ്റ്റോർഷൻ ഇസ് ഹൈ. എന്നാൽ ഹൈ പവർ ഔട്ട്പുട്ടും ഹൈ കളക്ടർ എഫിഷ്യൻസിയും ഉണ്ടായിരിക്കും. ഇനി ഈ ഡിസ്റ്റോർഷൻ എന്നുള്ള ഡിഫക്റ്റ് ഓവർകം ചെയ്യാൻ വേണ്ടി ചെയ്യാറ്, ഈ ക്ലാസ് ബി ആംപ്ലിഫയർ വേണമെങ്കിൽ 2 എണ്ണം ഉപയോഗിക്കാം. ഫസ്റ്റ് ഹാഫ് സൈക്കിളിന് വേണ്ടി ഒരു ക്ലാസ് ബി ആംപ്ലിഫയറും സെക്കൻഡ് ഹാഫ് സൈക്കിളിനെ ഹാൻഡിൽ ചെയ്യാൻ വേറൊരു പവർ ആംപ്ലിഫയറും. ബയസിങ് അതിന് സൂട്ടബിളായി കൊടുക്കണം, പ്ലസ് VCC സൂട്ടബിളായി കൊടുക്കണം. അങ്ങനെ വരുന്ന ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് പുഷ് പുൾ അറേഞ്ച്മെൻറ്റ് എന്ന് പറയും. ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ ഒരു ക്ലാസ് ബി ആംപ്ലിഫയർ വർക്ക് ചെയ്യും, സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ മറ്റേ ക്ലാസ് ബി ആംപ്ലിഫയർ കണക്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ 2 ഹാഫ് സൈക്കിളും നമുക്ക് ക്ലാസ് ബിയിൽ അവൈലബിളായി തീരും. ആ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് ക്ലാസ് ബി പുഷ് പുൾ അറേഞ്ച്മെൻറ്റ് എന്നറിയുന്നത്. In such an arrangement, 2 transistors are used in class B operation. One transistor amplifies the positive half cycle of the signal, while the other amplifies the negative half cycle of the signal. ഇനി അടുത്തത് ക്ലാസ് സി പവർ ആംപ്ലിഫയർ. അപ്പോൾ ക്ലാസ് എയിൽ ഫുൾ സിഗ്നൽ ഔട്ട്പുട്ടിൽ ഉണ്ടായിരുന്നു, ക്ലാസ് ബിയിൽ ഹാഫ് ഓഫ് ദ വേവ് ഉണ്ടായിരുന്നു ഔട്ട്പുട്ടിൽ, ക്ലാസ് സിയിൽ ലെസ് ദാൻ ഹാഫ് വേവേ ഉണ്ടാവുള്ളൂ. If the collector current flows for less than half cycle of the input signal, it is called class C amplifier. അപ്പോൾ ഇവിടെ ക്ലാസ് ബി സിയിൽ the base is given some negative bias. ഫോർവേഡ് ബയസ് കൊടുക്കുന്നതിന് പകരം ഒരു ചെറിയ നെഗറ്റീവ് ബയസിംഗ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് കളക്ടർ കറണ്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മുഴുവനും ഒഴുകില്ല,
ഒരു പാർട്ട് ഓഫ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ ഒഴുകുള്ളൂ. ആ തരത്തിലാണ് ഇവിടെ നമ്മൾ ബയസിങ് കൊടുത്തു വയ്ക്കുന്നത്. Such amplifiers never used for power amplification. However, they are used for tuned amplifiers. ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് വേണ്ടി ചെയ്യുമ്പോൾ, ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലെ പവർ ഗെയിനിന് വേണ്ടി ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ക്ലാസ് സി പവർ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. They amplify a narrow band of frequencies near the resonant frequency എന്ന് പറയാം. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതാണ്, ക്ലാസ് സി ആംപ്ലിഫയറിൽ ഔട്ട്പുട്ട് current and output voltage will be available only for less than a half cycle of the input signal. അതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, ബയസിങ് ഒരു നെഗറ്റീവ് ബയസിങ് ആണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ സിഗ്നൽ വരുന്നത് കൊണ്ട് എപ്പോൾ അത് പോസിറ്റീവ് ബയസിങ് ആവുന്നു അപ്പോൾ മാത്രമേ ഔട്ട്പുട്ടിൽ സിഗ്നൽ അവൈലബിൾ ആയിരിക്കുള്ളൂ. ഇനി കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫൈൻഡ് ദ ഡി ബി ഗെയിൻ. വോൾട്ടേജ് ഗെയിൻ 40 ആന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 log 40 ബേസ് ടു ദ ലോഗ് ടു ദ ബേസ് 10 ആണ്. പിന്നെ പവർ ഗെയിൻ 100 ആണെന്ന് പറഞ്ഞാൽ എത്രയാണ് ഡി ബി ഗെയിൻ എന്നാണ് ചോദിച്ചത്. പവർ ഗെയിൻ ഇസ് 10 log to the base 10 100 എന്ന് കൊടുക്കുക. സോ 20 dB ഗെയിൻ വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ആൻ ആംപ്ലിഫയർ ദ ഔട്ട്പുട്ട് പവർ ഇസ് 1.5 watt at 2 kilohertz and 0.3 watt at 20 hertz, while the input power is constant at 10 milliwatt. അപ്പോൾ ഇൻപുട്ട് പവർ കോൺസ്റ്റൻ്റ് ആണ്. 2 കിലോഹെർട്സിൽ ഔട്ട്പുട്ട് പവർ ഇത്രയുണ്ട്, 20 ഹെർട്സിൽ ഔട്ട്പുട്ട് പവർ ഇത്രയുണ്ട്. കാൽക്കുലേറ്റ് ഹൗ മെനി ഡെസിബൽ ഗെയിൻ, calculate how many decibels gain at 20 hertz is below than that at 2 kilohertz. അതായത് 20 ഹെർട്സിലെ ഗെയിൻ എന്താണ്, 2 കിലോഹെർട്സിലെ ഗെയിൻ എന്താണ് നോക്കുക, അത് എത്ര വ്യത്യാസമുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 കിലോഹെർട്സിലെ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുക. മില്ലി വാട്ട്, മില്ലി ഒന്നും വിട്ടുപോകരുത്. 20 ഹെർട്സിലെ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ ഡിഫറൻസ് എത്ര ഡി ബി ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത പ്രോബ്ലം റിലേറ്റഡ് ആണ്. A certain amplifier has voltage gain of 15 dB. If the input signal voltage is 0.8 volt, what is the output voltage? നമുക്ക് ഡി ബി വോൾട്ടേജ് ഗെയിനിൻ്റെ ഇക്വേഷൻ അറിയാം. 20 log V2 by V1. ഇതിൽ 15 dB ആണ് ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തന്നിട്ടുണ്ട്. റൈറ്റ് ഹാൻഡ് സൈഡിന് ഇൻപുട്ട് സിഗ്നൽ 0.8 വോൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. സോ V1 is 0.8 എന്നറിയാം. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് V2. സിമ്പിളാണ് പ്രോബ്ലം, പക്ഷേ യൂഷ്വലി തെറ്റിക്കാറുണ്ട് ആൻറ്റി ലോഗ് എടുക്കേണ്ടതുകൊണ്ട്. അപ്പോൾ സോ 15 is equal to 20 log V2 by 0.8 volt എന്ന് വരും. V2 by V1 is anti log of 0.75 വരും, 5.62. So V2 is equal to 4.5 volt. കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. RC coupling is used for എന്താണ്, വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ. ട്രാൻസ്ഫോമർ കപ്ലിംഗ് നമ്മൾ പറഞ്ഞു പവർ ആംപ്ലിഫിക്കേഷൻ. Direct coupling for low frequency amplification. Okay, that is the next question. In fact, a gain of 1000 times in voltage is expressed as എന്താണ് വരിക, വോൾട്ടേജ് ആണ്. അപ്പോൾ 20 log V out by V in. V out by V in ആണ് 1000. അപ്പോൾ 20 log 10 raised to 3. 10 raised to 3 log എന്താ വരിക, 1000 log 3 വരും. അപ്പോൾ 20 into 3 ആൻസർ വിൽ ബി 60 dB. ഇതേപോലെ പവർ ഗെയിൻ, ഗെയിൻ ഓഫ് 1000 ടൈംസ് ഇൻ പവർ എത്ര dB ആണ് വരിക, അതെത്രയാണ് വരിക,
പവർ എന്ന് പറയുമ്പോൾ 10 log ആണ് വരിക. സോ ചെയ്തു നോക്കുക. ലോഗറിതമിക് സ്കെയിൽ വെച്ചിട്ട് കുറച്ച് സിമ്പിൾ പ്രോബ്ലംസ് ഉണ്ട്. ഇതെല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കൂ. ദെൻ സെക്ഷൻ സിയിൽ what do you mean by bandwidth? Constant gain region of frequency gain graph is the bandwidth. അത് എക്സാക്ട്ലി പറഞ്ഞാൽ FH minus FL ആണ് bandwidth. What do you mean by mid band frequency? What situation direct coupling is preferred? ഡയറക്റ്റ് കപ്ലിങ്ങിൽ നമ്മൾ ലോ ഫ്രീക്വൻസി സിഗ്നൽസിനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ക്ലാസ് ബി പവർ ആംപ്ലിഫയർ? അപ്പോൾ ഇതെല്ലാം ആൻസർ ചെയ്ത് നോക്കുക കേട്ടോ. എസ്സേ ഈവൻ പ്രോബ്ലം സെക്ഷൻ ഇവിടെയുണ്ട്. 2 പ്രോബ്ലംസ് വർക്കൗട്ട്. എസ്സേ സെക്ഷൻ, what are the different classes of power amplifier? Explain them. With the help of frequency response curve in RC coupled amplifier, explain the reason for fall in gain at low frequencies and high frequencies. അപ്പോൾ എന്തുകൊണ്ട് ലോ ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറഞ്ഞു, എന്തുകൊണ്ട് മിഡ് ഫ്രീക്വൻസിയിൽ ഗെയിൻ കോൺസ്റ്റൻ്റ് ആയി നിന്നു, എന്തുകൊണ്ട് ഹൈ ഫ്രീക്വൻസിയിൽ ഗെയിൻ പിന്നെയും കുറഞ്ഞു, അത് കാരണസഹിതം എക്സ്പ്ലെയിൻ ചെയ്യണം. RC coupled amplifier and the working explain here. So that is all in this section. Thank you.